ശാസ്താംകോട്ട പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. രാസവള വില വർധനവിൽ പ്രതിഷേധിച്ചാണ് ശാസ്താംകോട്ട പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കർഷക സംഘം കുന്നത്തൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും ധർണയും. സംസ്ഥാന കമ്മിറ്റി അംഗം ചാന്ദിനി ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ഇവിടെ നടക്കുന്ന സമരം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുന്നിലേക്ക് നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമാണ്. ഈ സമരം എന്തിനാണെന്നതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. രാസവളത്തിൻ്റെ വില വർദ്ധിച്ചതിനെതിരെയും രാസവളത്തിൻ്റെ സബ്സിഡി വെട്ടിക്കുറച്ച് കേന്ദ്ര ഗവൺമെൻറ് കർഷകരെ ദ്രോഹിക്കുന്ന നടപടികൾ തുടരുന്നതിനെതിരെയുമാണ് ഇന്ന് ഈ സമരം നമ്മളിവിടെ നടത്തുന്നത്. നമുക്കറിയാം, രാജ്യത്തെ കാർഷിക മേഖല പ്രതിസന്ധിയിലാണ്, അതിരൂക്ഷമായ പ്രതിസന്ധിയിലാണ്. പുത്തൻ സാമ്പത്തിക നയങ്ങളും അതുപോലെ തന്നെ കരി നിയമങ്ങളുമൊക്കെ കൊണ്ടുവന്നുകൊണ്ട് കർഷകരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രവണത തുടരുന്ന സാഹചര്യത്തിലാണ് അവരെ പൊറുതിമുട്ടുന്ന തരത്തിലേക്ക് രാസവളത്തിൻ്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് പുതിയ നയ സമീപനവുമായി മുന്നോട്ട് വരുന്നത്. കെ രവികുമാർ, ഇസഡ് ആന്റണി, ദിലീപ് എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ 2 വർഷക്കാലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ 2 വർഷക്കാലം കൊണ്ട് ഏതാണ്ട് 84,000 കോടി രൂപയാണ് രാസവളത്തിൻ്റെ സബ്സിഡി ഇനത്തിൽ കേന്ദ്ര സർക്കാർ വെട്ടിക്കുന്നത്. സ്വാഭാവികമായും ഈ തരത്തിൽ രാസവളത്തിൻ്റെ വില കൂടുന്നതിൻ്റെ ഫലമായി കർഷകർക്ക് കാർഷിക മേഖല വിട്ടൊഴിയുന്ന അവസ്ഥയാണ്. കേന്ദ്ര ഗവൺമെൻറ് കാർഷിക മേഖലയിൽ പൊതുവെ സ്വീകരിക്കുന്ന കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാം. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാരെ, അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന വൻകിട കോർപ്പറേറ്റുകൾ, അവർക്ക് ഇന്ത്യയിലെ കാർഷിക മേഖല വിട്ടുകൊടുക്കുന്ന അതിനാവശ്യമായ നിയമ നിർമ്മാണങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.